അനിമേഷൻ പഠിക്കാം, അതും കൈൻമാസ്റ്ററിൽ. ആർക്കും ചെയ്യാവുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ സ്ക്രീൻ എങ്ങനെ ഇരിക്കണം. 3 ഓപ്ഷൻസ് ഉണ്ട്. ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 16:9 ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരു ഫ്രെയിം ആഡ് ചെയ്യണം. ഈ ഫ്രെയിമിലാണ് നമ്മൾ അനിമേഷൻ ചെയ്യുന്നത്. അതിനുവേണ്ടി മീഡിയ സെലക്ട് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി അതിനകത്ത് പിക്ചേഴ്സ് ആഡ് ചെയ്യാം. ഞാനിപ്പം ബാക്ക്ഗ്രൗണ്ടായിട്ട് ഏറ്റവും മുകളിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കളേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലാക്ക് കളർ ആഡായിട്ടുണ്ട്. അത് ആ ഫ്രെയിം കുറച്ച് നീട്ടിയാൽ മതി. ലെങ്ത് ഒത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ലെറ്റേഴ്സിലാണ് അനിമേഷൻ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ലെയർ എടുക്കുക. ലെയറിനകത്ത് ടി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എഴുതിയിട്ടുണ്ട്, ടെക്സ്റ്റ്. അത് സെലക്ട് ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും ഒരു വേർഡ് ടൈപ്പ് ചെയ്യുക. ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ടെക്സ്റ്റിന് ഞാൻ ആ ഫ്രെയിമിൻ്റെ അതേ ലെങ്തിൽ കുറച്ച് വലിച്ചു നീട്ടുകയാണ്. ഇപ്പോൾ ഫ്രെയിമായി ടെക്സ്റ്റുമായി. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു എഫക്റ്റാണ്. അതിനും ലെയർ എടുക്കുക, എഫക്ട്സ് എടുക്കുക, അതായത് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ബ്ലർ എന്ന് പറഞ്ഞ് ഒരു കാറ്റഗറി ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് സ്പൈറൽ ബ്ലർ. നമ്മൾ ആദ്യമേ ഇത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കണം. ഈ സ്പൈറൽ ബ്ലർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന അസസ് സ്റ്റോർ എടുക്കുക. സ്റ്റോറിനകത്ത് എഫക്ട്സ് ഇടുക. അതിനകത്ത് ബ്ലർ എന്ന് പറഞ്ഞ് ഒരു കാറ്റഗറി ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് സ്പൈറൽ ബ്ലർ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. സ്പൈറൽ ബ്ലർ അതാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ അതും ആഡ് ചെയ്തു. ഇപ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട്. 3 കാറ്റഗറിയിലായിട്ട് ഫ്രെയിമുണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ എഫക്റ്റ് ഉണ്ട്. എഫക്റ്റും അതേപോലെ ഫ്രെയിം അനുസരിച്ച് ലെങ്തിയാക്കി വെച്ച്. ഫ്രെയിം സെപ്പറേറ്റ് ആണ്, ടെക്സ്റ്റ് സെപ്പറേറ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്ലർ സെലക്ട് ചെയ്തിട്ട് ഇത് കുറച്ച് ലെങ്തി ആയിട്ട് വലിച്ച് നീട്ടി ഫ്രെയിമും കഴിഞ്ഞ് നിൽക്കണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിങ്സ് എടുക്കുക. നമ്മൾ ഈ സെറ്റിങ്സ് എടുക്കണം. ഈ ബ്ലർ ആക്റ്റീവ് അല്ലെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ആവില്ല. നമുക്കിപ്പം ബ്ലറിൻ്റെ സെറ്റിങ്സ് ആണ് ആവശ്യം. അതുകൊണ്ട് ബ്ലർ എന്നുള്ള ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. ഇപ്പോൾ അതിനകത്ത് സ്ട്രെങ്ത്, റേഡിയസ്, സെൻറ്റർ എക്സ്, സെൻറ്റർ വൈ, ഇൻവേഴ്സ്, ക്വാളിറ്റി, ഇനേബിൾ സൂം ഔട്ട്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ
അനിമേഷൻ്റെ രൂപം വരുന്നത്. ബ്ലർ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. അതിന് കുറച്ച് ഇത് സെറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് പിടിച്ചാൽ മതി. ഫൈനലായിട്ടുള്ള സെറ്റിങ്സ് ഞാൻ പറഞ്ഞു തരാം. ഈ ക്വാളിറ്റി എന്നുള്ള മാക്സിമം കൊടുത്തേക്കുക, 10 കൊടുത്തേക്കുക. ഇനേബിൾ സൂം ഔട്ട് എന്നുള്ളത് 0 കൊടുക്കുക. ഇൻവേഴ്സ് എന്നുള്ളത് അതും 0 കൊടുത്തേക്കുക. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് സെൻറ്റർ ഒയും സെൻറ്റർ എക്സും കറക്റ്റ് ചെയ്യുക. അതേപോലെ സ്ട്രെങ്ത് അതും സെറ്റ് ചെയ്യുക. സെൻറ്റർ ഒയ് എന്നുള്ളത് 48, 49 പിടിച്ച് കറക്റ്റ് ചെയ്യുക. സെൻറ്റർ ഒയ് എന്നുള്ളത് ഏകദേശം ഇതുപോലെ ചെയ്യുക. 50, 51 സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ബ്ലറായിട്ടുണ്ട്. ഇനി ബ്ലർ തന്നെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ഇടുക. സെറ്റിങ്സിൻ്റെ ഓക്കെ ഇടുക. ബ്ലർ സെലക്ട് ചെയ്തിട്ട് ആൽഫ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഒരു സെറ്റിങ്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഓപ്പോസിറ്റ് കുറച്ച് കൊണ്ടുവരിക. ഏകദേശം 63 ആ റേഞ്ചിലൊക്കെ വയ്ക്കാം. ഇപ്പോൾ ഓപ്പോസിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അനിമേഷൻ ചെയ്യാൻ പോവുകയാണ്. അതിനും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്ലർ തന്നെ സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചാവി കാണാം, താക്കോല്. ആ കീയിൽ സെറ്റ് ചെയ്യുക. ഇനി ഇതാ ഇവിടെ അനിമേഷൻ വന്നിട്ടുണ്ട്, പ്ലസ് ചിഹ്നവും മൈനസ് ചിഹ്നമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ ബ്ലർ ഇപ്പം ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ബ്ലറിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബ്ലർ സെറ്റ് ചെയ്തിട്ട് കീ ഫ്രെയിം നമ്മൾ ഓരോന്നായിട്ട് കൊടുക്കണം. അനിമേഷൻ്റെ ഈ പ്ലസ് നമ്മൾ കൊടുക്കുമ്പോഴാണ് കീ ഫ്രെയിം വരുന്നത്. നമ്മൾ ആ കീ ഫ്രെയിം തെറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ മൈനസ് കൊടുക്കുക. ഓക്കെ, നമ്മൾ കളർ സെറ്റ് ചെയ്ത് കീ ഫ്രെയിം കീയിൽ പ്രസ് ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമേ അനിമേഷൻ വരുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അനിമേഷൻ എവിടെ നിന്നാണ് തുടങ്ങുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് ഓരോ ലെറ്ററായിട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് ഈ ബ്ലർ എന്നുള്ള ഫ്രെയിം മൂവ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പ്ലസ് കീ ഫ്രെയിമായിട്ട് കൊടുക്കാം. ഇവിടെ ഒരു അടയാളം വന്നിട്ടുണ്ടാവും, ഒരു ചെറിയൊരു പൊട്ട് കണക്ക്, അതാണ് കീ ഫ്രെയിമായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ അത് മൂവ് ചെയ്തിട്ട് നമ്മുടെ അനിമേഷൻ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ചെറുതായിട്ട് മൂവ് ചെയ്താൽ മതി. ാണ് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഈ കീ ഫ്രെയിം ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ ബ്ലറിലുള്ള ആ ഫ്രെയിമാണ് മൂവ് ചെയ്യാനുള്ളത്.
അതുപോലെ സ്ക്രീനിലുള്ള ആ ബ്ലർ നീക്കി കൊണ്ടുവരിക. ചെറുതായി മൂവ് ചെയ്ത് വരിക. കീ ഫ്രെയിം ഓൺ ചെയ്യുക. ചെറുതായിട്ട് മൂവ് ചെയ്യുക. കീ ഫ്രെയിം ഇടുക. കീ ഫ്രെയിം ആക്റ്റീവ് ആണെന്ന് ശ്രദ്ധിച്ചോളണം. അതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓക്കെ ഇടുക. ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇത്രയും ആയിട്ടുണ്ട്. നമ്മൾ അനിമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് റിവേഴ്സ്, ഇപ്പം എല്ലിൽ വന്നാണ് അനിമേഷൻ നിൽക്കുന്നത്, തിരിച്ച് വേണമെങ്കിൽ എമ്മിലോട്ട് തിരിച്ചു പോകുന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യാം. കീ ഫ്രെയിം വീണ്ടും എൻഡ് ചെയ്ത സ്ഥലത്ത് തന്നെ നിർത്തി. ഇതിന് കുറച്ച് സ്ലോ ആയിട്ട് നിർത്തണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് കുറച്ച് നേരം എല്ലിൽ തന്നെ നീക്കി പിന്നെ ഓടുള്ളൂ കീ ഫ്രെയിം. അനിമേഷൻ ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു പോകും. പെട്ടെന്ന് തന്നെ പോകണമെങ്കിൽ എൻഡ് ചെയ്ത ഫ്രെയിമിൻ്റെ അടുത്ത് നിർത്തുക. ഇവിടെ നിർത്തി കീ ഓണാക്കുക. നമ്മുടെ ആ കീ ഫ്രെയിം നമ്മൾ ബ്ലർ സ്ക്രീനിൽ നിന്ന് കുറച്ച് നീക്കുക. ഇവിടെ മൂവ് ചെയ്യുക. ഫ്രെയിം നേരത്തെ പോലെ തന്നെ തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കീ ഫ്രെയിമും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഓക്കെ ഇടുക. ഇപ്പം നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രെയിമുമായി ഇവിടെ വന്നിട്ട് കുറച്ച് നേരം നമ്മുടെ ഫ്രെയിമിങ് നീങ്ങി പോവുകയാണ്. നമുക്കിതിൻ്റെ ഔട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഔട്ട് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ബ്ലറായിട്ട് വന്നിരിക്കുന്ന ഭാഗത്തിൻ്റെ ഇതിപ്പം വൈറ്റ് ആയിട്ടില്ലേ വന്നിരിക്കുന്ന കളർഫുൾ ആക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും ഒരു ഫ്രെയിമും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ലെയർ എടുക്കുകയാണ്. അതിനകത്ത് മീഡിയ സെലക്ട് ചെയ്യുക. അത് നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് എടുത്തത് മീഡിയ എന്നാണ്. ഇപ്പം ലെയറിൽ നിന്നാണ് എടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പം ഈ കളർ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നേരത്തെ നമ്മൾ അത് വലുതാക്കിയതുപോലെ ഈ കീ ഫ്രെയിമും വലുതാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രെയിമിനനുസരിച്ച് അല്ലെങ്കിൽ ബ്ലറിനനുസരിച്ച് ഇത് നീക്കി വരികയാണ് ടെക്സ്റ്റിനനുസരിച്ച്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് എടുക്കാനുള്ളത് ഇപ്പം നമ്മളെടുത്തിരിക്കുന്ന ഈ ഫ്രെയിം തന്നെയാണ് സെലക്ട് ചെയ്യാനുള്ള യെല്ലോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോഴത്തേക്ക് ബ്ലെൻഡിങ് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ആ ടെക്സ്റ്റുമായിട്ട് അത് ബ്ലെൻഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം അത് കളറ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ഈ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ആ ഫ്രെയിമിനെ സെലക്ട് ചെയ്യുക. യെല്ലോ എന്നുള്ളത് ഈ കളറ് സെലക്ട് ചെയ്യുക. ഇവിടെ യെല്ലോ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് വേറൊരു കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്.
ഇനി ഇതിൻ്റെ ഔട്ട് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ കീ ഫ്രെയിം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന കീ ഫ്രെയിം എടുക്കുക. അതിൻ്റെ എൻഡിലായിട്ട് കൊണ്ട് ഞാൻ വയ്ക്കുകയാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാം റിമൂവ് ചെയ്ത് കളയണം. നമ്മൾ ഫ്രെയിം ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നേരെ ഫ്രെയിം വരിക, നമ്മുടെ സിസർ എടുക്കുക, കട്ട്. അവിടെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ബാക്കിയെല്ലാം ഇനാക്റ്റീവായിട്ടുണ്ട്. നമ്മുടെ ആ ഫ്രെയിമിനനുസരിച്ച് മാത്രമേ ബാക്കിയെല്ലാം ചലിക്കുകയുള്ളൂ. ഇനി നമുക്ക് പ്ലേ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഔട്ട് എടുക്കണം. ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഏത് തരത്തിലുള്ള റെസൊല്യൂഷനാണ് ആവശ്യം അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ചെയ്ത കീ ഫ്രെയിം ആ വർക്ക് എക്സ്പോർട്ടായി കിട്ടും. നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.